എല്ലാവർക്കും നമസ്തേ. നമ്മുടെ ഭക്തരെ ആകെ ബുദ്ധിമുട്ടിച്ചത്, ഹിന്ദു ധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെ എല്ലാവരെയും ബുദ്ധിമുട്ടിച്ചതാണ്, വിശ്വാസികളെ വളരെയേറെ വിഷമിപ്പിച്ചതാണ് ശബരിമലയെ തകർക്കുന്നതിനായി, അവിടുത്തെ ആചാരങ്ങൾ തകർക്കുന്നതിനായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിച്ച തെമ്മാടിത്തരം. അങ്ങനെ വളരെയേറെ ഭക്തരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി. പിണറായി വിജയൻ പോലീസിനെ വിട്ട് ഭക്തരെ മൊത്തം തല്ലിച്ചതച്ചു. നിരവധി പേരുടെ പേരിൽ കേസെടുത്തു. ഇപ്പോഴും ആ കേസുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കേരളത്തിലെ ഭക്തരെ ഒന്നടങ്കം വിഷമിപ്പിച്ച, അവരെ വളരെയേറെ സങ്കടപ്പെടുത്തിയ നടപടികളായിരുന്നു പിണറായി വിജയനും സംഘവും കേരളത്തിൽ നടപ്പാക്കിയിരുന്നത്. ഇതിന് കൂട്ടുനിന്ന ഒരു വ്യക്തിയായിരുന്നു പത്മകുമാർ എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അദ്ദേഹം CPM നേതാവാണ്. പിണറായി വിജയൻ്റെയും സർക്കാരിൻ്റെയും ഒപ്പം നിന്ന്, പാർട്ടിയുടെ ഒപ്പം നിന്ന് ശബരിമലയെ തകർക്കുന്ന സംഭവത്തിൽ. പക്ഷേ ഇത് ശബരിമലയിലെ സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് ഉള്ള അന്വേഷണം വന്നപ്പോൾ പിണറായി വിജയനും CPM ചെയ്തത് പത്മകുമാറിനെ ബലിയാടാക്കാൻ ശ്രമിച്ചു. എങ്കിലും അങ്ങേർക്കെതിരെ നടപടിയൊന്നും എടുക്കാതെ അയാളെ സംരക്ഷിച്ചു നിർത്താനും ശ്രമിച്ചു. പാർട്ടിക്കും പിണറായിക്കും രക്ഷപ്പെടുന്നതിനായി പുള്ളിയെ കരുവാക്കിക്കൊണ്ട് അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. കരുവാക്കിയെങ്കിലും ശിക്ഷാ നടപടി എടുത്തിരുന്നില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് പാർട്ടിയെ ബാധിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിനെ തുടർന്ന് ജനങ്ങൾ നിഷ്കരണം തള്ളിയതിന്, അതായത് സ്വർണം കട്ടവരാരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നും പറഞ്ഞ് പാരഡി ഗാനങ്ങൾ വരെ ഇറങ്ങി. ഇതെല്ലാം പ്രചരണം നടത്തിയത് പാർട്ടിയെ ദോഷകരമായി ബാധിച്ചു എന്ന് കണ്ടെത്തിയതിന് ശേഷം വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ പാർട്ടി തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെയുള്ള വിവരം പുറത്തു വന്നപ്പോൾ പത്മകുമാർ ഒരു വെടി അങ്ങ് പൊട്ടിച്ചു. എന്നെ പുറത്ത് ആക്കിയാൽ, എനിക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ ഞാൻ അന്ന് നടന്ന സംഭവങ്ങൾ മൊത്തം, ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയാണെന്നുള്ള പ്രമുഖരുടെ പേര് പറയും എന്ന് പറഞ്ഞൊരു ഭീഷണി അങ്ങ് മുഴക്കി പത്മകുമാർ. അതോടുകൂടി പിണറായിയും സംഘവും വിരണ്ടു. ഗോവിന്ദനും പിണറായിയൊക്കെ വിരണ്ടു. കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്നും ഉള്ളത് അദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ പാർട്ടി അടപടലം പെട്ടുപോകും എന്നുള്ള ഒരു അവസ്ഥ വന്നു. അങ്ങനെയാണ് പത്മകുമാറിനെ പുറത്താക്കും, ജില്ലാ കമ്മിറ്റി കൂടി പുറത്താക്കും എന്നായിരുന്നു വാർത്തകൾ പാർട്ടി നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നത്. പത്മകുമാറിൻ്റെ ഈ ഭീഷണിയിൽ പാർട്ടി ഭയന്ന് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചില്ല. അതിനു മുമ്പ് അദ്ദേഹം ചില സൂചനകൾ നൽകി. അദ്ദേഹം ശബരിമല സന്നിധാനത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ വെച്ച് അദ്ദേഹത്തെ അടിയന്തരമായി തിരുവനന്തപുരത്തോട്ട് വരണം, ഉന്നതനെ കാണണം. അതായത് അറിയാമല്ലോ, നമുക്കറിയാം CPM ഉന്നതൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്, കാണണം എന്ന് പറഞ്ഞ് തന്നെയും IG ശ്രീജിത്തിനെ തിരുവനന്തപുരത്തോട്ട് വിളിപ്പിച്ചു. അവിടുന്ന് മാറ്റി നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വിളിപ്പിച്ചതെന്നും തങ്ങൾ അവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഈ അവിശ്വാസികളായ ഈ 2-3 യുവതികളെ ശബരിമലയിൽ പോലീസ് ഹെൽമെറ്റും ധരിപ്പിച്ച് ബുള്ളറ്റ് പ്രൂഫ് കുപ്പായം അണിയിച്ച് പോലീസിൻ്റെ കാവിച്ചാക്കിനകത്ത് കയറ്റി ശബരിമല സന്നിധാനത്തെത്തിച്ചത്. അതിനു വേണ്ടിയാണ് തങ്ങളെല്ലാം മാറ്റി നിർത്തിയതെന്നാണ് പത്മകുമാർ പറഞ്ഞത്. ആ ഉന്നതൻ്റെ ഓഫീസിൽ വിളിപ്പിച്ചിട്ട്, അടിയന്തരമായി കാണണമെന്ന് വിളിപ്പിച്ചിട്ട് അവിടെ ചെന്നപ്പോൾ കാണാൻ സമ്മതിച്ചില്ലെന്നും തന്നെ അവിടെ തിരുവനന്തപുരത്ത് തങ്ങേണ്ടി വന്നു എന്നും തന്നെ തങ്ങളെ രണ്ടുപേരെ അവിടുന്ന് മാറ്റി നിർത്തിയിട്ടാണ് ഇവരെ ശബരിമലയിൽ സന്നിധാനത്ത് എത്തിച്ചതെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. അത് വിശദമായിട്ട് താൻ അത് പരസ്യപ്പെടുത്തും, പരസ്യമായി പറയും, പുസ്തകം രചിക്കും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തിയതോടുകൂടി ഭയപ്പെട്ട CPM അദ്ദേഹത്തിന് എതിരെയുള്ള പുറത്താക്കുമെന്ന് പറഞ്ഞ് നടപടിയിൽ നിന്ന് പിന്മാറുകയും പേരിന് വേണ്ടി ഒരു നടപടി എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടി ഒരു സസ്പെൻഷൻ എന്ന് പറയുന്നതും സമയം വെച്ചിട്ട് ഇത്ര നാളത്തേക്കൊന്നുമില്ല. പാർട്ടിയിൽ നിന്ന്
സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഇപ്പോൾ സസ്പെൻഡ് ചെയ്തപ്പോൾ അടുത്ത ആഴ്ച വേണേൽ നമുക്ക് തിരിച്ചെടുക്കാം, അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കാം, 6 മാസം കഴിഞ്ഞ് തിരിച്ചെടുക്കാം, 1 വർഷം കഴിഞ്ഞ് തിരിച്ചെടുക്കാം. ആ രീതിയിലുള്ള ലഘുവായിട്ടുള്ള ഒരു ശിക്ഷാ നടപടി ആളുകൾ നോക്കുമ്പോൾ ശിക്ഷിച്ചു. എന്തുവാ? സസ്പെൻഡ് ചെയ്തു. പക്ഷേ പുള്ളിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല, തൽക്കാലം ഒന്ന് മാറ്റി വരുത്തിയേക്കുന്നു, ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ. ആ ഒരു അവസ്ഥയിൽ വിശ്വാസികളെ പറ്റിച്ചുകൊണ്ട് CPM മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ശിക്ഷാ നടപടി എടുക്കാതെ ഇരുന്നുകൊണ്ട് പത്മകുമാറൊട്ട് തുറന്നു പറയും എന്ന് പറഞ്ഞ ആൾ ഇതുവരെ പുള്ളി വാ തുറന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ആ സമ്മർദ്ദതന്ത്രം ഫലിച്ചതുകൊണ്ട്, അദ്ദേഹത്തിനെതിരെ കടുത്ത ശിക്ഷാ നടപടി ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇത് ഭക്തർക്ക് അറിയാം. പിണറായി വിജയനും പാർട്ടി നേതൃത്വവും അന്നത്തെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന CPM സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്തിൽ കൈയുണ്ട് എന്നുള്ള കാര്യം അറിയാം. അവരെല്ലാം കൂടെ എടുത്ത തീരുമാനമാണെന്നറിയാമെന്നുണ്ടെങ്കിലും പകൽ പോലെ വ്യക്തമാണെന്ന് ഉണ്ടെങ്കിൽ തന്നെയും പത്മകുമാറിൻ്റെ വായിൽ നിന്ന് ആ ഒരു കാര്യം പുറത്തു വരുന്നത് പ്രതീക്ഷിച്ചായിരുന്നു ഭക്തജനങ്ങൾ ഇരുന്നത്. അതിന് എന്തായാലും ഒരു തൽക്കാലം ഒരു ഫലം ഉണ്ടായിട്ടില്ല. ഭക്തരുടെ ആ ഒരു പ്രതീക്ഷ സഫലമായിട്ടില്ല എന്ന് മാത്രം പറയാം. പക്ഷേ അത് ഉറപ്പായിട്ടും പുറത്തു വരും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ പറയാതിരിക്കുന്നത് പറ്റത്തില്ല, പറയാതിരിക്കാൻ കഴിയുകയില്ല. പിണറായി വിജയൻ അന്ന് കാണിച്ച ആ ശബരിമലയിൽ കാണിച്ച ആ മര്യാദകേടിനും ആ വിശ്വാസികളുടെ മനസ്സ് നോവിച്ചുകൊണ്ട് കാണിച്ച തെമ്മാടിത്തരത്തിനും അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. അയാളുടെ മകളുടെ പേരിലുള്ള കേസ്, ആ കേസൊക്കെ ഏതൊക്കെ രീതിയിൽ വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണും. കാരണം ഷോൺ ജോർജ് ഈ വീണയുടെ വിദേശ അക്കൗണ്ടുകളിൽ കൂടി ഈ കൈകാര്യം ചെയ്തിരുന്ന പണത്തിൻ്റെ കണക്ക് വരെ ചോദിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ പിണറായി വിജയൻ അഴിമതി നടത്തി, മകളെ മുന്നിൽ നിർത്തി മറയാക്കിക്കൊണ്ട് അഴിമതി നടത്തിയ പണം മകളുടെ വിദേശ ബാങ്കിൽ അക്കൗണ്ട് തുറപ്പിച്ചിട്ട് അതിൽ കൂടിയായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഷോൺ ജോർജ് അതിൻ്റെ ഡീറ്റെയിൽസും അതിനെ അന്വേഷിക്കണമെന്നും പറഞ്ഞു രംഗത്തിറങ്ങി. അപ്പോൾ അതും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ ED ചോദിച്ചിരിക്കുന്നു. CMRലിൻ്റെ ലഭിച്ച ആ ഒരു മാസപ്പടി അല്ലാതെ അതിനെക്കുറിച്ചും അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലാവലിൻ ഉൾപ്പെടെയുള്ള ധനം അതിൽ കൂടെ വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഷോൺ ജോർജ് പറയുന്നത്. അതും അന്വേഷിക്കണം എന്നുള്ള ഒരു കർശനമായ ശക്തമായ നിലപാടിൽ പിണറായി വിജയൻ്റെ എല്ലാ കള്ളക്കളികളും പുറത്തു കൊണ്ടുവരും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ വിശ്വാസികളുടെ മനസ്സിനെ നോവിച്ചത്, വിശ്വാസികളുടെ പിരാക്ക് പിണറായി വിജയനിൽ ശരിക്ക് ഏറ്റിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പിരാക്കിൻ്റെ ആ ഒരു ശാപത്തിൻ്റെ ശക്തി, വിശ്വാസികളുടെ മനം നൊന്ത് ശപിച്ചതിൻ്റെ ആ ശാപശക്തി പിണറായി വിജയനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഇക്കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മകളുടെ കാര്യത്തിൽ തന്നെയല്ല, മകൻ്റെ കാര്യം പോലും സംശയമാണ് പറയുന്നത്. മകനെ വിദേശത്ത് ഒരു ബാങ്കിൽ ജോലി തരപ്പെടുത്തി കയറ്റിവിട്ടിരിക്കുന്നത് ഈ അഴിമതി നടത്തുന്ന പണം എല്ലാം വെളുപ്പിക്കുന്നതിനും ഇവിടുന്ന് മാറ്റുന്നതിന് വേണ്ടിയാണെന്നാണ് പൊതുവെ സംസാരം ഉണ്ടായിരിക്കുന്നത്. അതെല്ലാം അന്വേഷിക്കണം എന്നുള്ള രീതിയിലാണ് ഷോൺ ജോർജ് ഉറച്ച നിലപാടെടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാം അയ്യപ്പ ഭക്തരുടെ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികളുടെ ആ ഒരു മനമുരുകിയുള്ള പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരുവിധമായ സംശയവും വേണ്ട. ഈ ഗോവിന്ദൻ്റെ ഭാര്യയുടെ തോൽവിയായാലും, പ്രതാപിയല്ലേ, സർവശക്തനാണ്, ആ ഉറച്ച സീറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് അവിടെ അവർ ദയനീയമായി തുന്നം പാടി എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരിക്കലും അവിടെ തോൽക്കും എന്ന് പ്രതീക്ഷിക്കാത്തിടത്ത് അവരുടെ തോൽവി, ഈ വിശ്വാസികളെ നോവിക്കുന്നത് പിണറായി ആയാലും ഗോവിന്ദനായാലും ഏതൊരുത്തനായാലും
ഭഗവാൻ അതിനുള്ള ശിക്ഷ കൊടുക്കും എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ഈ നമ്മുടെ ഗോവിന്ദൻ്റെ ഭാര്യയുടെ തോൽവിയായാലും പിണറായിയുടെ മകളുടെ പേരിൽ ഉള്ള അന്വേഷണം. ഈ അന്വേഷണം ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത് പിണറായിയിൽ തന്നെയായിരിക്കും. അതുകൊണ്ട് പിണറായിയും ഈ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് കേസിൻ്റെ ഗതി മുന്നോട്ട് പോകുന്നത്. കാരണം കേന്ദ്ര സർക്കാർ ഇത് കരിമണൽ ഖനനം ചെയ്യരുതെന്ന് നിരോധിച്ചിട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നുള്ള ആ ഒരു അധികാരം ഉപയോഗിച്ച് അനധികൃതമായിട്ടാണ് കരിമണൽ ഖനനം ചെയ്യാൻ കരിമണൽ കർത്ത എന്ന് വിളിക്കുന്ന ശശിധരൻ കർത്തായിക്ക് അനുമതി കൊടുത്തത്. അത് തന്നെ നിയമവിരുദ്ധം. കേന്ദ്ര സർക്കാരിൻ്റെ നിരോധനം ഉണ്ടായിട്ട് കൂടി അങ്ങനെ ചെയ്തപ്പോൾ എത്ര കോടി രൂപ അതിൽ നിന്ന് തന്നെ പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ കമ്പനിയിൽ നിന്നുണ്ടാക്കി എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചാൽ നമ്മൾക്ക് മനസ്സിലാകും. ഇതെല്ലാം അന്വേഷണ പരിധിയിൽ വരും. പിണറായി ഇതിനകത്തിൽ കുടുങ്ങും, മകൾ തന്നെയല്ല പിണറായിയും കുടുങ്ങും. അന്നേരം പിണറായി മനസാക്ഷിയുള്ളവർക്ക് പശ്ചാത്താപം ഉണ്ടാകത്തുള്ളൂ. പിണറായിക്ക് മനസാക്ഷിയോ മനുഷ്യത്വം ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് പശ്ചാത്താപം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കേണ്ട. പശ്ചാത്താപം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. എങ്കിൽ കൂടിയും ദൈവത്തിൻ്റെ ആ ഒരു ശിക്ഷ, അയ്യപ്പസ്വാമിയുടെ ശിക്ഷ പിണറായിക്ക് പിന്നാലെ ഉണ്ടാകും, പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം നമ്മൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുന്നവർ അങ്ങനെ തന്നെ ആയിരിക്കും ചിന്തിക്കുക. അതായിരുന്നു യാഥാർത്ഥ്യവും അതിൽ നിന്നുള്ള ആ ഭഗവാന്റെ ആ ശിക്ഷയുടെ ആ ഒരു ഫലം തന്നെയാണ് പിണറായി വിജയനും മകനും എല്ലാം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേസും വഴക്കും എല്ലാം എന്നുള്ള കേസും കോടതിയെല്ലാം എന്നുള്ളത് ദൃഢമായിട്ടുള്ള കാര്യം തന്നെയാണ്, നിശ്ചയമായിട്ടുള്ള കാര്യമാണ്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.